ഹലോ മുത്തുമണീസേ, ഇന്നത്തെ നമ്മുടെ മഴതോറും മുമ്പ് സീരിയലിൻ്റെ പ്രൊമോ എനിക്ക് കുറച്ച് ലേറ്റായിട്ടൊക്കെ കേട്ടോ വന്നത്, നമുക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നത്തെയും നാളത്തെ ചെറിയൊരു ഇൻട്രോയും കൂടെ ചേർത്താണ് ഇന്ന് പറയുന്നത് കേട്ടോ. എൻ്റെ മുത്തുമണീസൊക്കെ സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ആരും കമൻ്റ് ഒന്നും വലുതായിട്ടൊന്നും അയക്കുന്നില്ല, എനിക്കറിയില്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. നമുക്ക് കുറച്ച് പേരൊക്കെ കാണാനുള്ളൂ. അപ്പോൾ എൻ്റെ ഉള്ള മുത്തുമണീസൊക്കെ എന്ത് ചെയ്യുക, കാണുക, അതിനോടൊപ്പം ഒന്ന് ലൈക്കും കൂടെ തരിക കേട്ടോ. അപ്പോൾ വേറെ എന്താ നല്ല വിശേഷം. അപ്പോൾ നമുക്ക് പ്രൊമോയിലോട്ട് പോകാം. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ നമ്മുടെ അലീനയും കൃഷ്ണമോളെയും കൂട്ടി അവിടെ നിന്ന് വരികയാണ്. അവരെ രണ്ടുപേരെയും കാറിൽ കയറ്റി ഇരുത്തിയിട്ട് കാർ എടുക്കുന്നതിന് തൊട്ട് മുന്നേ ബാലചന്ദ്രൻ 3 പേരെടുത്ത്, ആരൊക്കെയാണ്, ഗംഗാധരൻ, ശിവശങ്കരൻ, നമ്മുടെ രാജീവ്, 3 പേരെടുത്തും പറയുന്നുണ്ട് വീട്ടിൽ വന്നിട്ട് വേണം നിങ്ങൾ പോവാൻ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എന്നിട്ട് കാർ കൊടുത്തുകൊണ്ട് പോകണം. അപ്പോൾ അതിൻ്റെ തൊട്ട് പിന്നാലെ അവരും പോകുന്നുണ്ട്. അങ്ങനെ വീടെത്തിക്കഴിഞ്ഞു. ബാലേന്ദ്രൻ വീടൊക്കെ തുറന്നിട്ട് അലീനേനെയും കൃഷ്ണമോളെയും ഒരുമിച്ച് റൂമിലോട്ട് കൊണ്ടുപോയി പറയുന്നുണ്ട്, മോളെ ചേച്ചിയുടെ ഒപ്പം തന്നെ ഇരിക്കണം. എന്നിട്ട് അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്, മോള് ഒന്ന് ഫ്രഷായി കുളിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് ഉറങ്ങും, മോളെ അവൾക്ക് എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ ഒക്കെ ഒന്ന് കൊടുക്ക് കൃഷ്ണമോളെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ വരും, നിങ്ങളൊരു കാരണവശാലും അകത്തോട്ട് വരണ്ട, ഞാൻ അവരുമായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ സംസാരിച്ച് തീർക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ പോവാണ്. അലീനയും കൃഷ്ണമോളും റൂമിലോട്ടും കയറി പോകുന്നു. ആ സമയം അവർ 3 പേരും കാറൊക്കെ നിർത്തി വീട്ടിലോട്ട് കയറി വരികയാണ്. വന്ന ശേഷം അവർ 3 പേരും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയാണ്. ആദ്യം ഇൻട്രോ തന്നെ നമ്മുടെ ഗംഗാധരൻ പറയുന്നുണ്ട്, ആക്ച്വലി ഇത് എൻ്റെ ഭാഗത്ത് നിന്നുള്ള തെറ്റാണ്, ഞങ്ങളുടെ പെങ്ങൾ തെറ്റ് ചെയ്തു, പക്ഷേ ആ തെറ്റ് ബാലചന്ദ്രൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നത് സ്ഥിരീകരിച്ചു, ഞാൻ സമ്മതിച്ചു, പക്ഷേ ആ കാര്യം ഞാൻ എൻ്റെ അനുജന്മാരോട് പറഞ്ഞില്ല. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, നിങ്ങളാണ് ഈ പ്രശ്നങ്ങൾ ഇത്രയും, നിങ്ങൾക്ക് എന്തുകൊണ്ട് അവരുടെ അടുത്ത് പറയാൻ പാടില്ല, എങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നോ? അപ്പോൾ നമ്മുടെ ഗംഗാധരൻ പറഞ്ഞു, ഗംഗാധരൻ നോക്കിയപ്പോൾ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ട് ബാലചന്ദ്രൻ മറ്റുള്ളവരെ അറിയിക്കാനായിട്ട് ശ്രമിച്ചില്ല, വൈജയുടെ അടുത്തും ഈ കേസൊന്നും ചോദ്യം ചെയ്യാനായിട്ട് നിന്നില്ല, പകരം വൈജയോട് ഒരു ഇഷ്ടക്കുറവും ഒരു ഗ്യാപ്പ് അങ്ങ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഗംഗാധരൻ്റെ മനസ്സിൽ ചിലപ്പോൾ ഇത് ബാലചന്ദ്രൻ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമായിരിക്കും, എങ്കിൽ പിന്നെ ഇനി മറ്റുള്ളവരെയും കൂടെ അറിഞ്ഞ് ഒരു ഇഷ്യൂ ഉണ്ടാക്കണ്ട എന്ന് കരുതിയാണ് ഗംഗാധരൻ പറയാത്തതെന്ന് ഗംഗാധരൻ്റെ ന്യായം പറഞ്ഞു. ബാലേന്ദ്രൻ വിട്ടുകൊടുക്കുന്നില്ല, രാജീവിനിട്ടാണ് കൊടുക്കണം. ഒരുത്തൻ ദുബായിൽ നിന്ന് വരുന്നു, ഒരുത്തൻ ഷാർജയിൽ നിന്ന് വരണു, പെങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കണു, ഇതിനൊരു ഒത്തുതീർപ്പുണ്ടാക്കണം, എന്തൊക്കെയാണ്, അലീനയെ തട്ടിക്കൊണ്ടു പോകണു, ഗുണ്ടകളെ ഏൽപ്പിക്കണു, കൊല്ലാനാണോ വളർത്താനാണോ എന്നൊന്നും ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ ഭയങ്കര രീതിയിൽ അങ്ങ് റേസ് ചെയ്യാണ്. പക്ഷേ രാജീവ് പറയുന്നുണ്ട്, എന്നിട്ട് രാജീവ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത് പറയാമായിരുന്നല്ലോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾ എനിക്കൊരു അബദ്ധം, അതായത് എൻ്റെ മകളാണ് എനിക്കൊരു അവിഹിതത്തിലുണ്ടായെന്നറിഞ്ഞപ്പോൾ നിങ്ങൾക്കങ്ങ് തിളച്ചു, നിങ്ങളുടെ സ്വന്തം പെങ്ങൾ ചെയ്ത് വെച്ച തെറ്റ് നിങ്ങൾ മറച്ച് വെച്ചുകൊണ്ടാണ് എൻ്റെ മുന്നിൽ ഈ ഞെളിഞ്ഞ് നിൽക്കുന്നത്, നിങ്ങൾക്ക് എന്ത് യോഗ്യതയുള്ളത്? ഇപ്പം നിങ്ങളുടെ ഭാര്യ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ബാലേന്ദ്രൻ രാജീവിനോട് ചോദിക്കുകയാണ്, നാളെ അവളൊരു പിഴച്ചു പെറ്റൊരു കുഞ്ഞ് അല്ലെങ്കിൽ 2 കുട്ടികളുണ്ടായിട്ടാണ് നിങ്ങളെ കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? അപ്പം രാജീവ് പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ ആവശ്യമില്ലാത്ത പറയണ്ട, നിങ്ങൾക്ക് ആവശ്യമില്ലാത്തല്ലേ, അപ്പം വെറും പച്ചയായ ഒരു മനുഷ്യനാണോ ഞാനും? എനിക്കും വിഷമവും വികാരവും വിചാരങ്ങളൊക്കെ എനിക്കുള്ള ആളാണ്, എന്നിട്ടും നിങ്ങളുടെ സ്വന്തം പെങ്ങളെ പിഴച്ചു പെറ്റെന്ന് പറഞ്ഞ് മകളെ ആട്ടി ഇറക്കിയോ അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങളടുത്ത് ഞാൻ നേരിട്ട് പറഞ്ഞ് അവളെ അടിക്കുകയോ അല്ല ഞാൻ ചെയ്തത്, നിങ്ങളുടെ ആ പിഴച്ചു പെറ്റ മകളെ ഞാൻ എൻ്റെ മകളായിട്ട്, സ്വന്തം മകളായിട്ട്, എൻ്റെ 4ാമത്തെ മൂത്ത മകളായിട്ട് ഞാൻ അംഗീകരിക്കുകയാണ് ചെയ്തത്. ഞാൻ എന്താണ് നിങ്ങളെ പെങ്ങളോട് ചെയ്തത്? നിങ്ങൾ പറയൂ, നിങ്ങളെ പെങ്ങളെ ഞാൻ അടിച്ചോ അല്ലെങ്കിൽ ചോദ്യം ചെയ്തോ ടോർച്ചർ ചെയ്തോ എന്താണ് ചെയ്തത്? അപ്പോൾ ഗംഗാധരൻ പറഞ്ഞു, കഴിഞ്ഞത് കഴിഞ്ഞു ബാലേന്ദ്ര, ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, എന്തായാലും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക, കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവളുടെ പേരിന് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ഇടണം എന്നുള്ളത്, അതൊന്നും അവർക്ക് വിഷയമല്ല. ഗംഗാധരൻ പറഞ്ഞു, അവൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ പെങ്ങളുടെ മകളാണ് അവൾ, ഞങ്ങൾക്കും അറിയില്ലായിരുന്നു ബാലചന്ദ്ര, അച്ഛനും അമ്മാവനും ഒക്കെ ഞങ്ങളോട് പറഞ്ഞിരുന്നത് പ്രസവത്തോടുകൂടെ തന്നെ വൈജയുടെ കുട്ടി മരണപ്പെട്ടു എന്നുള്ളതാണ്. പിന്നീട് ബാലചന്ദ്രൻ അതറിഞ്ഞ് കണ്ടു വന്നപ്പോഴാണ് ഞങ്ങൾ ഈ സത്യം അറിയുന്നത്. ഈ രാജീവ് പോലും അല്ലെങ്കിൽ ശിവശങ്കരൻ പോലും ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ട്, 22 വർഷങ്ങൾക്ക് മുന്നേ വൈജ പ്രസവിച്ച് ആ കുഞ്ഞ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടേതായ കാര്യങ്ങൾ പറഞ്ഞു. രാജീവ് എൻ്റെ അടുത്ത് ചോദിച്ചതുപോലെ തന്നെ ബാലേന്ദ്രൻ ശിവശങ്കരനോടും ചോദിക്കുന്നുണ്ട്,
കൂടുതലും അവരോട് രണ്ടുപേരോടാണ് സംസാരിക്കുന്നത്. കാര്യം ഗംഗാധരൻ ഒരു അങ്ങനെ ഇങ്ങനത്തെ കേസ് കെട്ടിനൊന്നും വന്നില്ലല്ലോ. രാജീവും ശിവശങ്കരനുമാണ് കൂടുതലും ബാലേന്ദ്രനെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിച്ചത്. പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമാക്കിയത് അവർ രണ്ടുപേരും കൂടെയാണ്. അപ്പോൾ അവരോടാണ് കൂടുതലും. ഇപ്പം രാജീവേട്ടനുണ്ട്. രാജീവേട്ടൻ്റെ ഭാര്യയാണ് 1-2 മക്കളെ കല്യാണത്തിന് മുന്നേ ഭാര്യ 1-2 മക്കളെ പ്രസവിച്ചു എന്ന് പറഞ്ഞാലൊക്കെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റും? നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ കുടുംബം പിച്ച് ചീന്തി കളയുമോ? എന്താ ചെയ്യണത്? ഞാൻ ഉള്ളിലൊതുക്കി ക്ഷമിച്ചു. എൻ്റെ ക്ഷമയുടെ അങ്ങേയറ്റം ഞാൻ നെല്ലിപ്പലക കണ്ട ആളാണ് ഞാൻ. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തു? എരുതിയിൽ എണ്ണ ഒഴിക്കണ അവസ്ഥയാണ് നിങ്ങൾ ചെയ്തത്. നിങ്ങളെ എത്രത്തോളം ടോർച്ചർ ചെയ്യാൻ പറ്റും അത്രത്തോളം എന്നെ ടോർച്ചർ ചെയ്തു. പക്ഷെ ഞാനും വിട്ടു തന്നില്ല. ഞാൻ നിങ്ങൾ എതിരിടുന്നതിനൊപ്പം തന്നെ ഞാനും നിങ്ങളെ എതിരിട്ടുകൊണ്ട് തന്നെ ഇരുന്നു. അങ്ങനെ കുറേ ബാലേന്ദ്രൻ അങ്ങ് റേസ് ചെയ്യണം. പക്ഷേ എല്ലാത്തിനും മറുപടി പറയാൻ രാജീവിനും ശിവശങ്കരനും വോയിസ് ഇല്ലായിരുന്നു. കാര്യം വെച്ചാൽ അങ്ങനെയാണ്. അപ്പോൾ എല്ലാം പറഞ്ഞ് മാപ്പൊക്കെ പറഞ്ഞ് അവർ സംസാരിച്ച് പോവാണ്. വയ്യ, ബാലേന്ദ്രന് ഇനി പറ്റില്ല. കാര്യങ്ങൾ അത്രത്തോളം എല്ലാ കാര്യങ്ങളും കുറേ ആയിട്ട് അലീനെ കാണാത്തത് തൊട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഇരിക്കുകയില്ല. അപ്പം പറ്റുന്നില്ല. അങ്ങനെ ബാലേന്ദ്രൻ ഇരുന്നു. അങ്ങനെ അവർ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് അവർ ശരിയെന്നാൽ പോവാന്ന് പറഞ്ഞിട്ട് ശിവശങ്കരനും പറഞ്ഞിട്ട് ഗംഗാധരനും ഒക്കെ പോവാണ്. അങ്ങനെ ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ അവർ ഇറങ്ങി കാറ് കയറാനായിട്ട് വന്നപ്പോൾ ഗംഗാധരൻ പറഞ്ഞു രാജീവിനോട് ശിവശങ്കരൻ, നിങ്ങൾ കാറിലിരിക്കും, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു. ഒരു കാര്യം കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗംഗാധരൻ അകത്തോട്ട് കയറാം കേട്ടോ. കയറിയിട്ട് ബാലേന്ദ്രനോട് പറയും, ബാലേന്ദ്ര എനിക്ക് അലീനെ ഒന്ന് കാണണം, കുറച്ച് കാര്യങ്ങൾ അതിനോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ബാലേന്ദ്രൻ പറ്റില്ല കേട്ടോ. പുള്ളി ആകെ ടയേർഡായിട്ട്, കാരണം ഒന്നാമത് സുഖമില്ലാത്തൊരു മനുഷ്യനാണ്. ആ ഒരു സിറ്റുവേഷനായിരുന്നു. ബാലേന്ദ്രൻ ചെയ്യുന്നത്. കാരണം ഗംഗേട്ടൻ വിളിച്ചു കഴിഞ്ഞാൽ ഗംഗേട്ടനെ ബാലേന്ദ്രന് ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ചെന്ന് അലീനെ വിളിച്ചുകൊണ്ട് വരികയാണ്. അങ്ങനെ അലീനെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ ഗംഗാധരൻ, നിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ നിൻ്റെ മുമ്പിൽ ക്ഷമ പറയുകയാണെന്ന് പറഞ്ഞ് തൊഴുകയാണ്. അലീന കരയുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ജാതിയുടെയും മതത്തിൻ്റെയും പേരിലാണെങ്കിലും അവളെ അന്ന് അവളുടെ ആ ഇഷ്ടത്തിന് കൂട്ടു നിൽക്കാൻ അച്ഛനോ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബക്കാരോ ഒന്നും സമ്മതിച്ചില്ല. അതുകൊണ്ടാണ് നിന്നെ അങ്ങനെ. പക്ഷേ നീ മരണപ്പെട്ടു എന്നുള്ളതാണ് അവളോടും ഞങ്ങളോടുമൊക്കെ പറഞ്ഞിരുന്നത്. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല മോളെ. നീ അന്നും ഇന്നും ഒരുപാട് തീരാ ദുഃഖങ്ങൾ സഹിച്ചൊരു പെൺകുട്ടിയാണ്. നിൻ്റെ മുന്നിൽ ഞങ്ങൾക്ക് പറയാൻ വോയിസ് ഇല്ല. കാരണം ഈ നിമിഷം വരെയും നീ അത്രയേറെ ദുഃഖം അനുഭവിച്ചു. സ്വന്തം അമ്മയെ കാണാൻ വന്ന നീ സ്വന്തം അമ്മയിൽ നിന്നും ആട്ടും തുപ്പും തെറിയും മാത്രമേ നീ കേട്ടിട്ടുള്ളൂ. പക്ഷേ മോളെ ഒരു കാര്യം പറയാം, നിൻ്റെ ഏത് കേസിനും എന്തിനും നിൻ്റെ ഞങ്ങളുണ്ടാവും. അതായത് ഞാനും എൻ്റെ അനുജന്മാരും ഒപ്പം ഉണ്ടാവും. പക്ഷേ മോളെ ഒരു കാര്യം മാത്രം, ഒരിക്കലും നിൻ്റെ അമ്മയുടെ മുന്നിൽ നീ മകളാണെന്നുള്ള കാര്യം പറയാൻ ഞങ്ങൾക്ക് പറ്റില്ല. കാര്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പല കേസുണ്ട്. അത് അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും ചിലപ്പം വൈജയന്തി തൻ്റെ ആ ജീവിതം ചിലപ്പോൾ അതോടുകൂടി അങ്ങ് അവസാനിപ്പിക്കും. മറ്റുള്ളവരുടെ മുന്നിൽ താൻ അത്രയും ഇതായല്ലോ. അത് മാത്രമല്ല, വൈജയന്തിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇവർക്കൊന്നും ഒരു ഉത്തരവുണ്ടാവില്ല ആങ്ങളമാർക്ക്. മനസ്സിലായില്ലേ? അത്രയും ഒരു സിറ്റുവേഷനാണ് അങ്ങനെ ഉണ്ടായാൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് മോള് പൊരുത്തപ്പെടണം, ക്ഷമിക്കണം. ഞങ്ങൾ ചെയ്തു പോയ എൻ്റെ അനുജന്മാരാണെങ്കിലും നിന്നോട് കാട്ടിയ ആ ഒരു ക്രൂരതയ്ക്ക് നീ മാപ്പ് ഞങ്ങൾക്ക് നൽകണമെന്നൊക്കെ പറയുന്നുണ്ട്. നിൻ്റെ എന്തിനും ഞങ്ങളുണ്ടാകും, എല്ലാ കാര്യത്തിനും. നീ ഞങ്ങളുടെ സ്വന്തം പെങ്ങളുടെ സ്വന്തം മകളാണ് നീ. നിന്നെ ഇനി ഞങ്ങളൊരു വേർതിരിവ് വരെ അന്യമായിട്ട് ഞങ്ങൾ ഒരിക്കലും കാണില്ല മോളെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാലചന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ബാലേന്ദ്ര ഇപ്പോൾ വൈജ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിരുന്നാലും നിങ്ങൾ തമ്മിൽ ഈ ഒരു കേസ് ഒരിക്കലും ഇതിൻ്റെ പേരിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കീറി മുറിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ തമ്മിൽ പിരിയുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാര്യം എന്തെന്ന് വെച്ചാൽ ഒരിക്കലും വൈജയ്ക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ബാലേന്ദ്രനും ആ ഒരു കേസ് ഉൾക്കൊണ്ടുകൊണ്ട് വൈജയോടൊപ്പം ജീവിക്കാൻ പറ്റില്ല. ഗംഗാധരൻ പ്രാക്ടിക്കലായിട്ട് ആ കാര്യം ചിന്തിച്ച് പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് മനുവിനെ വിളിച്ച് പറഞ്ഞുവല്ലോ ബാലേന്ദ്രൻ ഇങ്ങനെ അലീനെ കിട്ടിയെന്നും വീട്ടിലെത്തിയെന്നൊക്കെ. അങ്ങനെ പാവം കേട്ടോ അവിടെ നിന്ന് വെപ്രാളപ്പെട്ട് വരാണ്. മനസ്സ് നിറയെ അലീന മാത്രമേ ഉള്ളൂ. ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മനുശങ്കർ വീട്ടിലെത്തുകയാണ്. അങ്ങനെ അലീനെ കണ്ടപ്പോൾ മനുവിനെ അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം തൻ്റെ അച്ഛനും ചെറിയച്ഛനും ഒക്കെ ചേർന്ന് ഇത്രയും ഒരു ക്രൂരത ഒരു പെൺകുട്ടിയാണെന്നുള്ള പരിഗണന പോലും കാണിക്കാണ്ട്, പെൺമക്കളുള്ള അച്ഛന്മാരാണ് എന്നിട്ട് കൂടി ഒരു പരിഗണന പോലും കാണിക്കാണ്ട് ഈ ഒരു കൊടും ക്രൂരത ചെയ്തല്ലോ എന്നോർത്ത് അങ്ങ് പൊട്ടുന്ന കണക്കാണ് അലീനയ്ക്ക്. അതുപോലെ തന്നെ മനുവിനെ കണ്ടപ്പം ഒരു വല്ലാത്ത ഒരു ഇതായിരുന്നു. എന്ന് വെച്ചാൽ തൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോവുമായിരുന്നു.
ഉണ്ടായിരുന്നു മനുവേട്ട എന്നുള്ളവർ. അങ്ങനെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ വിഷമതകളൊക്കെ പറഞ്ഞ് അവർ കൈ കോർത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കൃഷ്ണമോള് കടന്നു വരികയും കൃഷ്ണമോള് പറയുന്നുണ്ട്, ഓ സങ്കടങ്ങളൊക്കെ ഒരു ഹഗ്ഗിലൂടെ തീർക്കാൻ വേണ്ടി ഇരുന്നത്, ഞാൻ വന്നതോടുകൂടി അത് നഷ്ടമായില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഒടുവിൽ മനു കൃഷ്ണമോള് നിൽക്കുക തന്നെയാണെങ്കിൽ അലീനെ സമാധാനിപ്പിച്ച്, മനുവിന് അപ്പോഴാണ് ഒരു ജീവൻ വീണത്, തൻ്റെ പെണ്ണല്ലേ, അപ്പോൾ അത് അങ്ങനെ ഒരു അവസ്ഥ വന്നു പോയല്ലോ എന്നോർത്തുള്ളൊരു സങ്കടം, തൻ്റെ കുടുംബം തന്നെ ആ കുട്ടിയോട് അങ്ങനെ ചെയ്തല്ലോ എന്നുള്ളൊക്കെ ഉള്ളൊരു വിഷമമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഗോവർദ്ധനെ നമ്മുടെ സുലോചനയെ വിളിച്ച് പറയുന്നുണ്ട് അലീനയെ കിട്ടിയെന്നും നമ്മൾ ഉദ്ദേശിച്ച ആൾക്കാരാണ് ശിവശങ്കരനും രാജീവും ഒക്കെ തന്നെ അലീനെ പിടിച്ചുകൊണ്ട് പോയെന്നൊക്കെ. പള്ളിക്കാർ ഇങ്ങനത്തെ ഒരു മനുഷ്യരാണ്, ഒരു പെൺകുട്ടിയോട് കാണിക്കുന്ന ക്രൂരതയാണ് എന്നൊക്കെ പറഞ്ഞ് നല്ല കൊള്ളാൻ പാകത്തിന് തന്നെ സുലോചന 2-3 ഡയലോഗൊക്കെ അങ്ങ് കൊടുക്കുക കേട്ടോ. പക്ഷേ വൈജയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി മറിയാണ്, എന്ന് വെച്ചാൽ അലീനയ്ക്കൊന്നും പറ്റിയില്ലല്ലോ എന്നുള്ളത് ഓർത്തിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നാളെ വരാനിരിക്കുന്ന പ്രൊമോയിൽ നമ്മളെ മാമച്ചൻ്റെയും ഗ്രേസമ്മയുടെയും കുറച്ച് സീനൊക്കെയാണ്. അതായത് നമ്മുടെ ഷെറിനില്ലേ, അതായത് മാമച്ചൻ്റെയും ഗ്രേസമ്മയുടെയും മകൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടി, ആ ഷെറിൻ്റെ അച്ഛൻ ഇവരെ കാണാനായിട്ട് വീട്ടിലോട്ട് വരുന്നുണ്ട് കേട്ടോ. കാണാനായിട്ട് വന്നിട്ട് അവരുടെ അടുത്ത് അന്ന് ഷെറിനുണ്ടായ കഥകളും അവരുടെ ആ കഥയും അത് അന്നുണ്ടായ സംഭവങ്ങളൊക്കെ ഈ മാമച്ചനോടും നമ്മുടെ ഗ്രേസമ്മയോടൊക്കെ പറയുന്ന രംഗങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു ചെറിയ ഇൻട്രോ പോലെയാണ്. ഞാൻ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ രാവിലെ ഇടാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം നാളത്തെയും ഇന്നത്തെയും കൂടെ ചേർത്താണ് ഞാൻ ഇന്ന് പ്രൊമോ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ കാണാൻ ശ്രമിക്കണം കേട്ടോ. വേറൊന്നുമില്ല, എല്ലാവർക്കും ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രൊമോ വൈൻഡപ്പ് ചെയ്യുന്നു. ടാറ്റാ ബൈ ബൈ, ഗുഡ് നൈറ്റ്.